Hi all, welcome to today's presentation. So let's start with Module 4. Module 4-ലെ ലോഡേഴ്സ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി നമുക്കറിയാം. നമ്മൾ അസംബ്ലർ ലാംഗ്വേജിൽ നമ്മൾ ഒബ്ജക്റ്റ് കോഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് കോഡ് ജനറേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു അപ്ലോഡ് ദിസ് ഇൻ ടു അവർ മെമ്മറി അല്ലേ, അല്ലെങ്കിൽ ലോഡ് ചെയ്യണം, മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം. അവിടെ ചെന്നിട്ടാണ് നമ്മളുടെ എക്സിക്യൂഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ലോഡർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം പ്രോഗ്രാമാണ്. ഓക്കെ, സിസ്റ്റം പ്രോഗ്രാം ദാറ്റ് പെർഫോംസ് ദ ലോഡിംഗ് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം പ്രോഗ്രാമാണ് ലോഡർ എന്ന് പറയുന്നത്. നമ്മളുടെ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒബ്ജക്റ്റ് കോഡുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നു. അവിടെ പോയിട്ടാണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് കോഡുകളുടെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ആ ഒരു പരിപാടിയാണ് നമ്മൾ ലോഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ലോഡേഴ്സ് എന്ന് പറയുന്നത് സപ്പോർട്ട് റീലൊക്കേഷൻ ആൻഡ് ലിങ്കിങ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒബ്ജക്റ്റ് കോഡുകളെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് മേ ബി ആ പെർട്ടിക്കുലർ അഡ്രസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് അവിടെ ഒക്കുപ്പൈഡ് ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ അല്ലെങ്കിൽ അസൈൻ ചെയ്യപ്പെട്ടുള്ള അഡ്രസ്സിലേക്ക് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റാതെ നമ്മൾ വേറൊരു മെമ്മറിയിലേക്കാണ് അതിനെ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് റീലൊക്കേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് റീലൊക്കേറ്റ് ചെയ്യും ആൻഡ് ഓൾസോ അതിനുശേഷം ലിങ്കിങ് ചെയ്യും. അപ്പം ഇതൊക്കെയാണ് ഈ ലോഡേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ലോഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഒബ്ജക്റ്റ് കോഡുകളുടെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നു എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മെനി ലോഡേഴ്സ് ഓൾസോ സപ്പോർട്ട് എന്താണ്, റീലൊക്കേഷനുകളും സപ്പോർട്ട് ചെയ്യും ആൻഡ് ഓൾസോ ലിങ്കിങ്ങുകളും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ലിങ്കർ ഉള്ള അല്ലെങ്കിൽ സം സിസ്റ്റംസ് ഹാവ് എ ലിങ്കർ അല്ലെങ്കിൽ ലിങ്കേജ് എഡിറ്റർ ഉണ്ടായിരിക്കും ടു പെർഫോം ലിങ്കിങ് ഓപ്പറേഷൻസ്. ഓക്കെ, റീലൊക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ റീലൊക്കേഷൻ ആൻഡ് ലോഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ കൂടി അല്ലെങ്കിൽ ഫംഗ്ഷനും കൂടിയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ലോഡർ ഉണ്ടായിരിക്കും. അപ്പോൾ ലോഡേഴ്സ് ക്യാൻ ബി എന്താണ്, സിമ്പിൾ ലോഡർ ഉണ്ടായിരിക്കും, അതായത് അബ്സല്യൂട്ട് ലോഡർ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അബ്സല്യൂട്ട് ലോഡർ ഉണ്ടായിരിക്കും, റീലൊക്കേഷൻ ലോഡർ ഉണ്ടായിരിക്കും, ലിങ്കിങ് ലോഡർ ഉണ്ടായിരിക്കും. ഓക്കെ, അബ്സല്യൂട്ട് ലോഡർ എന്താണ് ചെയ്യുന്നുണ്ടാവുക, ജസ്റ്റ് അതിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. റീലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ലോഡ് ചെയ്യുകയും ചെയ്യും, റീലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ലിങ്കിങ് ആവുമ്പം ലോഡും ചെയ്യും, റീലൊക്കേറ്റും ചെയ്യും, ആസ് വെൽ ആസ് ലിങ്കിങ്ങും ചെയ്യും. അപ്പം അങ്ങനെയാണ് നമ്മളുടെ ലോഡിങ്ങിൻ്റെ ആ ഒരു കാറ്റഗറൈസേഷൻ വരുന്നത്. ഓക്കെ, ആൻഡ് ലോഡിംഗ് ബ്രിങ്സ് ദി ഒബ്ജക്റ്റ് പ്രോഗ്രാം ഇൻ ടു മെമ്മറി ഫോർ എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ലോഡിംഗ് അല്ലെങ്കിൽ ലോഡർ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം പ്രോഗ്രാമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റീലൊക്കേഷൻ എന്തായിരിക്കും, അപ്പം നമ്മൾ ഏത് മെമ്മറിയിലേക്കാണോ ലോഡ് ചെയ്യാൻ നോക്കുന്നത് അവിടെ ആ ഒരു മെമ്മറി അല്ലെങ്കിൽ ആ ഒരു അഡ്രസ്സ് എന്തായിരിക്കും, ഓൾറെഡി ഒക്കുപ്പൈഡ് ആയിരിക്കും. അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ റീലൊക്കേറ്റ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ റീലൊക്കേഷൻ അവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമ്മളുടെ ഒബ്ജക്റ്റ് കോഡിലും മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് റീലൊക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്, പ്രോഗ്രാം റീലൊക്കേഷൻ. ഓക്കെ, അപ്പം ആ രീതിയിലുള്ള ഒബ്ജക്റ്റ് കോഡുകളെ ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ മോഡിഫൈ ചെയ്യുന്നു. അപ്പം അതിനനുസരിച്ച് നമുക്ക് എന്താണ് അതിൻ്റെ so that it can be loaded at an address different from the location originally specified അല്ലേ. അപ്പം ഒറിജിനലി സ്പെസിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു അഡ്രസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ ഓൾറെഡി ഒക്കുപ്പൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻ നമ്മളുടെ ഒബ്ജക്റ്റ് കോഡുകളിൽ കാണിക്കുന്നു. അപ്പോൾ എന്താണ്, ഒറിജിനലി സ്പെസിഫൈ ചെയ്തിട്ടുള്ള ലൊക്കേഷൻ അല്ലാതെ നമുക്ക് എന്താണ് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡ്രസ്സിൽ കൊണ്ടുപോയിട്ട് നമുക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ റീലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് കോഡിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള അഡ്രസ്സിലേക്ക് നമ്മൾ ലോഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഓൾറെഡി ഒക്കുപ്പൈഡ് ആയിരിക്കും. അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റീലൊക്കേഷൻ എന്ന് പറയുന്നത് അവിടെയാണ് വരുന്നത്. അതിനനുസരിച്ച് നമ്മളുടെ ഒബ്ജക്റ്റ് കോഡിൽ നമ്മൾ എന്ത് ചെയ്യും, മോഡിഫിക്കേഷൻ നടത്തും. ആൻഡ് ലിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് കമ്പൈൻസ് ടു ഓർ മോർ സെപ്പറേറ്റ് ഒബ്ജക്റ്റ് പ്രോഗ്രാംസ് ആൻഡ് സപ്ലൈസ് ദി ഇൻഫോർമേഷൻ നീഡഡ് ടു അലോ റെഫറൻസസ് ബിറ്റ്വീൻ ദം. ഓക്കെ, അതായത് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ടു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് പ്രോഗ്രാമുകൾ കമ്പൈൻ ചെയ്യുന്നു ആൻഡ് റെഫറൻസ് അത് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റെഫറൻസ് ഉള്ള ഇൻഫോർമേഷനൊക്കെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ലിങ്കിങ് എന്ന് പറയുന്നത്. ലിങ്കിങ് നമ്മൾ ഒന്നും കൂടി എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ബേസിക് ലോഡർ ഫങ്ഷൻസ്. അപ്പം ബേസിക് ലോഡർ ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ എക്സിക്യൂഷൻ നടത്തുക.
ഓക്കെ, ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക് കൊണ്ടുപോവുക, മെമ്മറിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ലോഡ് ചെയ്യുക, മെമ്മറിയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഇറ്റ്സ് എക്സിക്യൂഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ ബേസിക് ലോഡർ ഫങ്ഷൻസ്. അടുത്തത് എന്താണ്? ഡിസൈൻ ഓഫ് എൻ. അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് ആബ്സല്യൂട്ട് ലോഡറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ലോഡർ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ലോഡർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് പ്രോഗ്രാം ലിങ്കിങ്ങോ പ്രോഗ്രാം റീലൊക്കേഷനോ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഒരു ബേസിക് ലോഡർ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്ന ലോഡറിൻ്റെ പേരാണ് ആബ്സല്യൂട്ട് ലോഡർ. ഓക്കെ, അവിടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഫങ്ഷൻസ് ആർ അക്കംപ്ലിഷ് ഇൻ എ സിംഗിൾ പാസ്. എന്തൊക്കെയാണ്? നമ്മൾ ഹെഡർ റെക്കോർഡ് ഉണ്ടായിരിക്കും, ടെക്സ്റ്റ് റെക്കോർഡ്, എൻഡ് റെക്കോർഡ്. ഈ രീതിയിലാണ് നമ്മളെ ഒബ്ജക്റ്റ് കോഡുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ? നമ്മൾ ഒബ്ജക്റ്റ് കോഡ് ജനറേഷന് ശേഷം അതിന് ഹെഡർ റെക്കോർഡായിട്ടും ടെക്സ്റ്റ് റെക്കോർഡായിട്ടും എൻഡ് റെക്കോർഡായിട്ടും സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ അപ്പം ഇത് നോക്കിയിട്ടാണ് നമ്മൾ അബ്സല്യൂട്ട് ലോഡർ ലോഡിങ് ചെയ്യുന്നത്. Header record of a object program is checked to verify that the object program has been presented for loading. ഓക്കെ, ഹെഡർ റെക്കോർഡിലാണ് ഉണ്ടായിരിക്കുക ഏത് പ്രോഗ്രാമാണ് ലോഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയായി നിൽക്കുന്നത്. ടെക്സ്റ്റ് റെക്കോർഡിൽ എന്തായിരിക്കും? അപ്പം ആ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അഡ്രസ്സിലേക്ക്, മെമ്മറിയിലേക്ക് ഏത് അഡ്രസ്സിലേക്കാണോ ഓരോ ഒബ്ജക്റ്റ് കോഡിനെയും മൂവ് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ടെക്സ്റ്റ് റെക്കോർഡിൽ നിന്ന് കിട്ടും. എൻഡ് റെക്കോർഡിൽ എന്താണ്? ദി ലോഡർ ജമ്പ് ടു ദി എൻഡ് റെക്കോർഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള മെമ്മറി അഡ്രസ്സിലേക്ക് നമ്മളുടെ ലോഡർ എന്ത് ചെയ്യും? ജമ്പ് ചെയ്തിട്ട് അവിടെ പോയിട്ട് എക്സിക്യൂഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 റെക്കോർഡ് ഉണ്ട്: ഹെഡർ റെക്കോർഡ്, ടെക്സ്റ്റ് റെക്കോർഡ്, എൻഡ് റെക്കോർഡ്. അപ്പോൾ ആബ്സല്യൂട്ട് ലോഡർ എന്ത് ചെയ്യുന്നു? ഹെഡർ റെക്കോർഡിലുള്ള ആ പ്രോഗ്രാമിനെയാണ് നമുക്ക് ലോഡിങ് ചെയ്യേണ്ടത് എന്ന് ഹെഡർ റെക്കോർഡ് നോക്കുമ്പോൾ മനസ്സിലാവും. ടെക്സ്റ്റ് റെക്കോർഡിലുള്ള ഓരോ ഒബ്ജക്റ്റ് കോഡിനെയും സ്പെസിഫൈ ചെയ്തിട്ടുള്ള അഡ്രസ്സിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള അഡ്രസ്സിൽ മെമ്മറിയിലേക്ക് പോകുന്നു. ആൻഡ് മെമ്മറിയിലേക്ക് അതിനെന്ത് ചെയ്യുന്നു? ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നു. ആൻഡ് എൻഡ് റെക്കോർഡിലാണ് ഏത് അഡ്രസ്സിൽ പോയിട്ടാണ് നമ്മൾ എക്സിക്യൂഷൻ ചെയ്യേണ്ടത് എന്നുള്ള ആ അഡ്രസ്സിലേക്ക് നമ്മളുടെ ലോഡർ ജമ്പ് ചെയ്യും. സോ ദിസ് ഈസ് ദി ഡിസൈൻ ഓഫ് ആൻ ആബ്സല്യൂട്ട് ലോഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ആ ഹെഡ് റെക്കോർഡ്? അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ ഒരു ഹെഡ് കോപ്പി എന്ന് പറയുന്നതായിരുന്നു പ്രോഗ്രാമിൻ്റെ പേര്. ഹെഡ് എന്ന് പറയുന്ന ഹെഡ് റെക്കോർഡ് ഇൻഡിക്കേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അതിൻ്റെ പ്രോഗ്രാം ലെങ്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഹെഡ് റെക്കോർഡിൽ കൊടുത്തതാണ്. നമുക്ക് ടെക്സ്റ്റ് റെക്കോർഡ് മുതലാണ് ഏതൊക്കെ അഡ്രസ്സിലേക്കാണ് അതിനെ അസൈൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് റെക്കോർഡ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ടെക്സ്റ്റ് റെക്കോർഡിന് ശേഷം T1000 അല്ലെങ്കിൽ ടെക്സ്റ്റ് റെക്കോർഡാണ്. അതിൽ 1000 എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രോഗ്രാം ലോഡ് ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം 1E. എന്താണ് 1E എന്ന് പറയുന്നത്? നമ്മളുടെ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ ഫോമാറ്റ് എന്തായിരുന്നു? ഫസ്റ്റ് 1 ലോഡ് ചെയ്യേണ്ട അഡ്രസ്സ്, പിന്നെന്താണ്? പ്രോഗ്രാം ലെങ്ത്. ഓക്കെ, പ്രോഗ്രാം ലെങ്ത് ആയിരുന്നു 1E എന്ന് പറയുന്നത്. പിന്നെ 1 by 1 ആയിട്ട് ലോഡ് ചെയ്യുന്നു ഒബ്ജക്റ്റ് കോഡ്. എങ്ങനെയൊക്കെയാണ്? പിന്നെ വരുന്ന 14നെ നമുക്ക് 1000ലേക്ക് ലോഡ് ചെയ്യും. അതിനുശേഷം 10നെ നമ്മൾ 1001ലേക്ക് ലോഡ് ചെയ്യും. പിന്നെ എന്താണ് വരുന്നത്? 33നെ നമ്മൾ 1002ലേക്ക് ലോഡ് ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ ലോഡിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ അഡ്രസ്സിലേക്കാണ്? അപ്പം ഇങ്ങനെയാണ് ടെക്സ്റ്റ് റെക്കോർഡ് നോക്കിയിട്ട് ആബ്സല്യൂട്ട് ലോഡർ ലോഡ് ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. മെമ്മറി അഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ 1000ൽ എന്താണ് 14 ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 1001 ഒബിയസ്ലി 1001ൽ 10 ആയിരിക്കും, 1002ൽ 33 ആയിരിക്കും എന്നുള്ള രീതിയിലാണ് എന്ത് ആബ്സല്യൂട്ട് ലോഡർ ടെക്സ്റ്റ് റെക്കോർഡ് നോക്കിയിട്ട് മെമ്മറിയിലെ ഓരോ അഡ്രസ് സ്പേസിലേക്കും നമ്മൾ ഒബ്ജക്റ്റ് കോഡിൽ ഈ 2 ഡിജിറ്റ് ആയിട്ട് ഇങ്ങനെ എന്താണ് പെറുക്കിയിടുന്നത്. ഓക്കെ, പിന്നെ ആബ്സല്യൂട്ട് ലോഡറിന് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ടെക്സ്റ്റ് റെക്കോർഡൊക്കെ നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് ഔട്ട്പുട്ട് ലോഡറിലേക്ക് ഓരോ ഡിജിറ്റുകളും അല്ലെങ്കിൽ 2 ഡിജിറ്റ് 14 14 അല്ലേ 14 എങ്ങനെയാണ് 1000ലേക്ക്, പിന്നെ 10 എന്ന് പറയുന്ന 10 എങ്ങനെയാണ് 1001ലേക്ക്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താണ് ലോഡിങ് ഓഫ് ആൻ ആബ്സല്യൂട്ട് പ്രോഗ്രാമിൻ്റെ ലോഡിംഗ് ആണ് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ഫിഗർ. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഒരു അൽഗോരിതം എങ്ങനെയൊക്കെയാണ് ഈ 1000ലേക്ക് 1001ലേക്ക് 1002ലേക്ക് ഓക്കെ ഇങ്ങനെ മെമ്മറിയിലോട്ട് ഇങ്ങനെ പെറുക്കിയിടുന്നത്, ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ താഴെ കൊടുത്തിരിക്കുന്നതാണ് നമ്മളുടെ ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്താണ്? ഈ ഹെഡ് റെക്കോർഡ്, ടെക്സ്റ്റ് റെക്കോർഡ്, എൻഡ് റെക്കോർഡ് പോലത്തെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഒബ്ജക്റ്റ് കോഡാണ് നമ്മളുടെ ഇൻപുട്ട്. അത് അൽഗോരിതത്തിലേക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടാണ് താഴെ കൊടുത്തിരിക്കുന്ന ഓരോരോ മെമ്മറിയിലേക്കും നമ്മൾ 2 ഡിജിറ്റ് ഇങ്ങനെ പെറുക്കിയിടുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്കിനി അൽഗോരിതം എന്താണെന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ എന്താണ് അൽഗോരിതം? ഈ അബ്സല്യൂട്ട് ലോഡറിൻ്റെ അൽഗോരിതം. അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് ലോഡറിൻ്റെ അൽഗോരിതം പഠിക്കാം. റീഡ് ഹെഡ് റെക്കോർഡ്, ഫസ്റ്റ് തന്നെ ഹെഡ് റെക്കോർഡാണല്ലോ. ഓക്കെ, അപ്പോൾ അതിനെ റീഡ് ചെയ്തു. അതിനുശേഷം വേരിഫൈ പ്രോഗ്രാം നെയിമും ലെങ്ത്തും അതെല്ലാം അതിലുണ്ട്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് റീഡ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് റീഡ് ചെയ്തു. പിന്നെ നമ്മൾ അതിൽ ചെക്ക് ചെയ്യുകയാണ് എന്താണ് ആ റെക്കോർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇ അല്ലെങ്കിൽ അല്ലേ, ഇ എന്ന് പറയുന്നത് എൻഡ് റെക്കോർഡ് അല്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ടെക്സ്റ്റ് റെക്കോർഡ് ഇ അല്ലെങ്കിൽ നമുക്ക് അപ്പം റെക്കോർഡ് ടൈപ്പ് ഇ അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ടെക്സ്റ്റ് റെക്കോർഡാണ്. അപ്പോൾ ടെക്സ്റ്റിലുള്ള റെക്കോർഡിലെ ഓരോ ഒബ്ജക്റ്റ് കോഡിനെ നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് റീഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ദെൻ ഒബ്ജക്റ്റ് കോഡ് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ഈഫ് ഒബ്ജക്റ്റ് കോഡ് ഈസ് ഇൻ ക്യാരക്ടർ ഫോം കൺവേർട്ട് ഇൻ ടു ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് കോഡ് ക്യാരക്ടർ ആണെങ്കിൽ അതിനെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ ആക്കി കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു 1000 ലോട്ട് 14, 1001 ലോട്ട് 10 ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞു ഇവിടെ ഓരോന്നിലേക്കും 1000 എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് 14 വരും, 1001ലേക്ക് ഇവിടെ നെക്സ്റ്റ് 2 ഡിജിറ്റായ 10 വരും, 1002ലേക്ക് നമ്മൾ 33 വരും അല്ലേ. ഈ രീതിയിലുള്ള ഇങ്ങനെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ആദ്യം 14 എന്ന് പറയുന്ന 1നെയും 4നെയും ഒക്കെ എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം അല്ലേ. 14 എന്നുള്ളതിനെ നമ്മൾ 1 4 ആക്കിയിട്ടാണ് ആയിരിക്കുമല്ലോ റീഡ് ചെയ്യുന്നത്. അപ്പോൾ 1നെ ASCII ആയിട്ടാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ASCII ആയിട്ടാണ് നമ്മൾ ASCII വാല്യൂ ആയിട്ടാണ് നമ്മൾ 1നെ റീഡ് ചെയ്യുക. ASCII വാല്യൂ ആയിട്ടാണ് നമ്മൾ 1നെ റീഡ് ചെയ്യുന്നത്. പക്ഷേ മെമ്മറിയിൽ അതിനെ 1 ആയിട്ട് തന്നെ നമുക്ക് എന്താവണം, കാണണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ASCII ആയിട്ട് റീഡ് ചെയ്തിരിക്കുന്നതിനെ 1 ആക്കിയിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ റീഡ് ചെയ്യുന്ന 1നെ റീഡ് ചെയ്യുന്നത് ASCII ആയിട്ടാണ്. അതിനെ നമുക്ക് വീണ്ടും അതിനെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഹെക്സ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, 1ൻ്റെ ASCII ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്, 31H ആണ്. ഓക്കെ, 1ൻ്റെ ASCII ക്യാരക്ടർ എന്ന് പറയുന്നത് 31H ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും 1 എന്ന് പറയുന്നതിലേക്ക് തന്നെ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അതാണ് ഈ ഒബ്ജക്റ്റ് കോഡ് ഈസ് ഇൻ ക്യാരക്ടർ ഫോം. അപ്പം 1 ആണെങ്കിൽ തന്നെ അതിനെ റീഡ് ചെയ്യുന്നത് ഈ ഒരു ഫോമിലാണ്, 31H എന്നുള്ള ഫോമിലാണ്. ഈ 31Hനെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഹെക്സ ഡെസിമൽ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതാണ് ആ ഒരു ഈഫ് ഒബ്ജക്റ്റ് പ്രോഗ്രാം നമ്മൾ ക്യാരക്ടർ ഫോമിലാണ് റീഡ് ചെയ്യുന്നത് എന്നുള്ളത് ഉള്ള ഫസ്റ്റ് കോഡ് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ്, 1നെ നമുക്ക് 31H എന്ന് വിളിക്കാം. 31H ആണ് നമ്മളുടെ 1. 2 ആണെങ്കിൽ എന്താണ്, 32H ആണ് 2. 3 ആണെങ്കിൽ 33H, 4 ആണെങ്കിൽ 34H. ഈ രീതിയിലാണ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, സോ ഹെക്സ വാല്യൂ ആയിട്ട് നമുക്ക് ഇതിനെ ഇടണം. അപ്പോൾ ഇതാണ് ക്യാരക്ടർ ASCII ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് ഓരോന്നിനെയും. ഓരോ 1നെ ആണെങ്കിൽ 31H എന്നായിട്ടാണ് റീഡ് ചെയ്യുക. 2 ആണെങ്കിൽ അവിടെ നമ്മളുടെ ഒബ്ജക്റ്റ് കോഡിൽ 2 എന്നാണെങ്കിൽ 32H ആയിട്ടാണ് റീഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ 1 4, അപ്പോൾ 1നെ ആദ്യം നമ്മൾ 31H ആക്കി റീഡ് ചെയ്തു. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഹെക്സാഡെസിമൽ ആയിട്ടാണ് നമ്മൾ ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 1നെ നമ്മൾ വീണ്ടും ഹെക്സാഡെസിമൽ ആക്കി ഇട്ടുന്നു. എന്നിട്ട് മൂവ് ഒബ്ജക്റ്റ് കോഡ് ടു സ്പെസിഫൈഡ് ലൊക്കേഷൻ ഇൻ മെമ്മറി, റീഡ് നെക്സ്റ്റ് ഒബ്ജക്റ്റ് പ്രോഗ്രാം റെക്കോർഡ്. ഓക്കെ, അപ്പോൾ ആദ്യം ആ ഒരു ഒബ്ജക്റ്റ് കോഡിനെ മെമ്മറിയിലേക്ക് എന്തിലേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ 14ലെ 14 എന്ന് പറയുന്നതിനെ 31H ആക്കി റീഡ് ചെയ്തിട്ട് വീണ്ടും എന്താവും 1 എന്ന് പറയുന്ന ഫോമിലാക്കിയിട്ട് നമ്മൾ 1000 എന്ന് പറയുന്ന മെമ്മറിയിലോട്ട് ആബ്സല്യൂട്ട് ലോഡർ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ അൽഗോരിതമാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, നമ്മൾ പറഞ്ഞു 1നെ 1000ലേക്ക് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ആബ്സല്യൂട്ട് ലോഡർ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്, അതിൻ്റെ അൽഗോരിതം എന്താണെന്നാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് റെക്കോർഡിലുള്ള ഫസ്റ്റ് ക്യാരക്ടർ ആയിട്ടുള്ള 1നെ റീഡ് ചെയ്യുമ്പം ASCII ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഹെക്സ ആയിട്ട് കൺവേർട്ട് ചെയ്യും, ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ട് ഇടും. എന്നിട്ട് എന്താണ് ആ ഒരു ഏത് ലൊക്കേഷനിലേക്കാണ് എന്നുള്ള മെമ്മറി സ്പെസിഫൈ ചെയ്യുക. എന്നിട്ട് അടുത്ത നെക്സ്റ്റ് ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ റെക്കോർഡ് റീഡ് ചെയ്യുക. ഓക്കെ, എന്ന റെക്കോർഡ് ടൈപ്പ് റീഡ് ചെയ്ത് അപ്പം അങ്ങനെയാണ് നമ്മൾ ഓരോന്നിലേക്കും സ്പെസിഫൈഡ് അഡ്രസ്സിലേക്ക് അതിനെ എന്ത് ചെയ്യുന്നത്, ഓരോന്നിനെയും പെറുക്കിയിടുന്നത്.
പിന്നെ എന്താണ്, നമ്മൾ ആദ്യം ജമ്പ് ടു ദി അഡ്രസ് സ്പെസിഫൈഡ് ഇൻ എൻഡ് റെക്കോർഡിലുള്ള ഓരോ അഡ്രസ്സിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അവിടെ പോവുക, അവിടെ പോയിട്ട് എക്സിക്യൂഷൻ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് അബ്സല്യൂട്ട് ലോഡറിലേക്ക് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്ന. അപ്പോൾ നമ്മൾ പറഞ്ഞു 1000നെ 1001, 1002, 1003 എന്നിലേക്കൊക്കെ ഇങ്ങനെ 14, 10, 33 എന്നൊക്കെ ഇങ്ങനെയാണ് ലോഡ് ചെയ്തത്. അതായത് നമ്മൾ പറഞ്ഞു മെമ്മറിയിലേക്കാണ് ലോഡ് ചെയ്യുന്നത്, അവിടെ പോയിട്ടാണ് എക്സിക്യൂഷൻ. അപ്പം അതെങ്ങനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ലോഡർ ചെയ്തത് എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വേറെ ജസ്റ്റ് ഒന്നുമില്ല, അതിൻ്റെ എസ്കി വാല്യൂ ആയിരിക്കും. അപ്പോൾ ഓരോന്നിൻ്റെയും 0 ആകുമ്പോൾ എസ്കി എത്രയാണ്, 1 ആകുമ്പോൾ, 2 ആകുമ്പോൾ, 3 ആകുമ്പോൾ, 1 ആകുമ്പോൾ 31H ആണ്, 2 ആകുമ്പോൾ 32H ആണ് എന്നുള്ള രീതിയിലാണ് എസ്കി ആയിട്ടാണ് നമ്മൾ ഈ അബ്സല്യൂട്ട് ലോഡർ റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനെ ഈ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്യുക. അതിനനുസരിച്ചിട്ടാണ് 1നെ അപ്പോൾ എന്താവും 1000ലേക്ക് ഇങ്ങനെ ഓരോ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഇൻ ദി മെമ്മറിയിലേക്ക് എന്ത് ചെയ്യുക, ആ ഒബ്ജക്റ്റ് കോഡിനെ മൂവ് ചെയ്യുക. അതായത് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒബ്ജക്റ്റ് കോഡിനെ മൂവ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾ അബ്സല്യൂട്ട് ലോഡറിന് നമ്മൾ പറയുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഇതാക്കി കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു പോയിന്റ് ബൈ പോയിന്റ്